പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അടച്ച സ്കൂളുകളും കോളേജുകളും തുറക്കാൻ UAE ഈ മാസം 20 മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഹൈബ്രിഡ് രീതി സ്വീകരിക്കുന്നതിൽ സ്വകാര്യ വിദ്യാലയങ്ങളിലെ മാനേജ്മെന്റുകൾക്ക് തീരുമാനം എടുക്കാം. മുഹമ്മദ് റഹീസാണ് ദുബായിൽ വിവരങ്ങളുമായി ചേരുന്നത്. റഹീസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം സാധാരണ നിലയിലേക്ക് എത്തുകയാണല്ലേ? ഇതിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള സന്തോഷമായി പകരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ ഈ സംഘർഷം അവസാനിച്ചതോടുകൂടി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനമൊക്കെ വന്നതിന് പിന്നാലെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം ഏതാണ്ട് 50 ദിവസം ആകുന്നു ഈ സ്കൂളുകളൊക്കെയും അടച്ചിട്ടിട്ട്. കറക്റ്റ് 20-ാം തീയതി ആകുമ്പോഴേക്കും അത് 50 ദിവസമാകും. ഫെബ്രുവരി 28-ന് സ്കൂളുകൾ അടച്ചതാണ്. പിന്നീട് ഓൺലൈൻ രീതിയിലും ഒപ്പം തന്നെ സ്പ്രിംഗ് അവധി നേരത്തെയാക്കിയും ഒക്കെയാണ് UAE ഈ എല്ലാ സ്കൂളുകളിലും അധ്യയനം മുന്നോട്ട് പോയത്. അപ്പോൾ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്കൂളുകളിലടക്കം. അതൊക്കെയും ഓൺലൈനായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും വന്നിരിക്കുന്നത്. അത് UAE-യിലെ എല്ലാ സ്കൂളുകൾക്കും 20-ാം തീയതി മുതൽ ഓഫ്ലൈനായി പ്രവർത്തിക്കാം. അതായത് പഠനം ക്ലാസ് മുറികളിലേക്ക് വീണ്ടും എത്തുകയാണ്. അവിടെ കൃത്യമായിട്ടുള്ള ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒരു മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള ക്ലാസുകൾ നടത്തണം എന്നുള്ളതൊക്കെ അടക്കമുള്ള പൊതുനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനായിട്ട് അധ്യാപകർക്ക് പ്രത്യേകമായിട്ടുള്ള ചില ക്ലാസുകളൊക്കെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നാലെ 20-ാം തീയതി സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാം എന്നുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഹൈബ്രിഡ് രീതികൾ ചില സ്വകാര്യ സ്കൂളുകൾക്ക് സ്വീകരിക്കാം. അതിന് മുൻകൂട്ടി അനുമതി തേടണം. അവർക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. സർവകലാശാലകൾക്കും ഈ തീരുമാനം ബാധകമാണ്. ദിൽന. ശരി, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരം നൽകിയത്. UAE-യിൽ ആശ്വാസകരമായ വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.